ഗൈസ്, വെൽക്കം, വണക്കം. MRC തൊപ്പിയെ അത്യാവശ്യം നമ്മുടെ യൂത്തിനൊക്കെ നന്നായിട്ട് അറിയാം. അത്ര പ്രായമുള്ള ആൾക്കാർക്ക് അധികം അറിയില്ലെങ്കിൽ സ്ട്രീമറാണ്, യൂട്യൂബറാണ്. ആ പുള്ളിക്കാരനെ അറിയുന്നവർക്ക് മാത്രം അറിയുന്നൊരു വ്യക്തിയാണ് ഈ അച്ചായൻ എന്ന് പറയുന്ന സോജൻ വർഗീസ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ട് നടന്ന കല്യാണത്തിന് ശേഷം അച്ചായൻ്റെ ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പല കാര്യങ്ങളുടെയും ചില കോൺട്രവേഴ്സീസ് ഒക്കെ വന്നു. നമ്മൾ സംസാരിച്ചു. എൻ്റെ ചാനലിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ, നിങ്ങൾക്ക് ഈ വിഷയം കേൾക്കാൻ താല്പര്യമില്ലാത്തവർ നിങ്ങൾ ദയവായി പോവുക. ഈ വിഷയം സംസാരിച്ച സമയത്ത് അത് കേട്ടവർക്ക് താല്പര്യമുള്ളവർ മാത്രം ദയവായി കാണാൻ ശ്രമിക്കുക എന്നുള്ള മാത്രം എനിക്ക് ആദ്യമേ പറയാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹം ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് എന്നുള്ള രീതിയിലടക്കം ഇത് ഒരു വോയിസ്, ഒരു ആരോപണമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. തെളിവുകളടക്കം പുറത്തുവിടും എന്നുള്ള രീതിയിലേക്കാണ്, ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ആ ഒരു വോയിസ് പുറത്തു വന്ന വ്യക്തിയുടെ ഇത് പറയുന്നത്. അദ്ദേഹം ഭയങ്കരമായിട്ട് ആ ഒരു വോയിസ് ഉണ്ട്. ഞാൻ മൊത്തം പ്ലേ ചെയ്യാം. ഇനി ഞാനൊരു കാര്യം പറയാം. ഇത് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത്, ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയ വീഡിയോയ്ക്കകത്തും അയാളുടെ സൈഡിൽ നിന്നൊരു പോസിറ്റീവായിട്ടൊക്കെ തോന്നി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാനത് അങ്ങനെ നിലനിർത്തുന്നു. ഇത് വന്നേക്കുന്നൊരു ആരോപണമാണ്. ഇത് ശരിയാണോ തെറ്റാണോ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള കാര്യം ഈ സോജൻ വർഗീസ് എന്നുള്ള വ്യക്തി പറയുന്നത് വരെ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു ഇത് പരിഗണന നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഞാൻ ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത്. പുള്ളിക്കാരൻ തെറ്റുകാരനാണെങ്കിൽ മറ്റേ ആളുടെ കയ്യിലുള്ള തെളിവുകളടക്കം കൊടുത്തു കഴിഞ്ഞാൽ ഈ പുള്ളി ജയിലിലാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വന്നേക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ അഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിയമം മൂലം ഇദ്ദേഹം ശിക്ഷയ്ക്ക് അർഹനാണ്, അങ്ങനെ തെറ്റുകാരനാണെങ്കിൽ മാത്രം, കേട്ടോ, അല്ലാതൊന്നുമല്ല. സോ എന്താണ് അദ്ദേഹം പറയുന്ന കാര്യം വ്യക്തവും വിശദവുമായിട്ട് കേൾക്കാം. അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, എറണാകുളത്തുള്ള ഒരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. സിനിമ പ്രൊഡ്യൂസർ, വീട് വയനാടാണ്, ഞാൻ ഖത്തറിലാണ്. പത്തനംതിട്ട, വയനാട്, എറണാകുളത്തൊരു സ്ത്രീ, ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ഓൾറെഡി കിട്ടിയിട്ട് ഒന്നോ രണ്ടോ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഡിവോഴ്സ് ചെയ്തു, മ്യൂച്വലി സെപ്പറേറ്റഡ് ആയിട്ട് അടുത്ത് മറ്റൊരു വിവാഹം കഴിക്കുന്നത് അങ്ങനെ ഒരു സംഭവം തെറ്റൊന്നുമല്ല. ഈ രാജ്യത്ത് ആ നിയമം മൂലം തെറ്റെന്നുള്ള കാര്യമല്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ഒരു വ്യക്തി ഒരു വിവാഹം കഴിച്ച് പറ്റിക്കുകയും അതിനുശേഷം മറ്റു വിവാഹം നടത്തി വീണ്ടും പറ്റിക്കുകയും, നമ്മൾ ചില വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. എലിസബത്തിൻ്റെയും അമൃതയുടെ കേസൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആ തരത്തിൽ ഒരു സംഭവം, എലിസബത്തിനെ വിവാഹം കഴിച്ച വ്യക്തി തന്നെ പറയുന്നത് അവരുടെ ഭാര്യയല്ലെന്ന്. അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് പരിപാടികളുണ്ട്. അതാണെങ്കിൽ നല്ല ശിക്ഷ കിട്ടണം. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ, യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അവന് ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. ഒന്നെൻ്റെ, പിന്നെ ഞാൻ അറിയുന്ന തന്നെ കുറേ ആൾക്കാർ, കുറേ സ്ത്രീകൾ. ഒരാളുടെ ജീവിതം തകർത്തുന്ന ഒരാൾ ചുമ്മാ ഒന്ന് കള്ളത്തരം പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം തകർത്തു, ഒരുപാട് സ്ത്രീകളുടെ ജീവിതം തകർത്തുന്ന സംഭവം വളരെ ഗുരുതരമാണ്. സിനിമ പ്രൊഡ്യൂസറാണ്, അതാണ് ഇതാണ്, സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം, അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും, അവരുടെ കയ്യിലുള്ള പൈസ മേടിച്ചെടുക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തേക്ക് കൊണ്ടുപോയി താലി കെട്ടും, എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഇവനൊന്നും മദ്രാസിൽ പോകുന്നു പറഞ്ഞ് ഇവനങ്ങ് പോകും. പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. കേട്ടിടത്തോളം സംഭവിച്ചിട്ട് വളരെ ഗുരുതരമാണ്. അതായത് കുടുംബക്കാർ മൊത്തത്തിൽ, അഥവാ അദ്ദേഹം ആരോപണം വരുന്ന വെച്ചാൽ, ഞാൻ പറയുന്നു ഇപ്പോഴും ഇത് മറ്റൊരാൾ പറയുന്നൊരു കാര്യമാണ്. അയാളെ നേരിട്ട് അറിയുന്ന സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് സത്യമാണോ തെറ്റാണോ എന്നുള്ള കാര്യമൊക്കെ സോജൻ വർഗീസ് പറയാൻ നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണം. ഇപ്പം ഈ അമ്മയ്ക്കെതിരെയും പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വയ്യാത്ത അമ്മ വന്ന് എന്നിട്ട് പറയുന്നു, ഈ ഇദ്ദേഹത്തിൻ്റെ 10 ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ടൊരു സ്ത്രീ പോയ കഥയൊക്കെ പറഞ്ഞ് നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ പുള്ളി ശരിക്കും മറ്റു തരത്തിലാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. വയനാട്ടിലുള്ളപ്പോഴാണ് പറയുന്നത്. ഞാനും വയനാട്ടുകാരനാണ്. അവന്റെ അമ്മാവിന്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോട് പൈസ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കും. കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ്. ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു. അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എൻ്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന്, അങ്ങനെ കല്യാണാലോചന വന്ന്, കല്യാണം ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്നാ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറെ പൈസയും വാങ്ങി, ആ പെണ്ണിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു. അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജൻ. എനിക്കിതിനകത്ത് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് ഈ സോജൻ വർഗീസ് എന്നുള്ളൊരു വ്യക്തി
അവരുടെ തന്നെ ഒരു അമ്മാവൻ്റെ എന്തോ മകളെ കാണിച്ചുകൊണ്ട് പൈസ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. അപ്പോഴേ ഈ പുള്ളി അളിയാന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴേ ഈ പുള്ളി അളിയാന്ന് വിളിക്കുന്നത് കാര്യത്തിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ട്, അറിയുന്നവർ മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കതിൻ്റെ ആ ഒരു ഇത് മനസ്സിലായിട്ടില്ല, ആ ഒരു കണക്ഷൻ മനസ്സിലായിട്ടില്ല. ഇദ്ദേഹത്തിന് അപ്പോഴേ അളിയാന്ന് വിളിക്കുന്നു, ഇദ്ദേഹത്തിനോട് പൈസ ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, തെളിവടക്കമുണ്ട്. അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തുലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ അതെ ഇവനെ കല്യാണം നടക്കൂലെന്ന് അറിയുന്ന പെണ്ണിന്റെ അപ്പന് വരെ കല്യാണം നടക്കൂലെന്ന് അറിയുന്നതാണ്. ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്തു. പക്ഷെ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം, അങ്ങനെ പല എൻ്റെ അടുത്ത് കുറെ പൈസ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ്, അവന്റെ കമ്പ്യൂട്ടർ, അവന്റെ കയ്യിൽ നിന്ന് കുറെ ലക്ഷങ്ങൾ. ഇങ്ങനെയാണ് അവർ വയനാട്ടിലുള്ളപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വയനാട്ടിലെ സ്ഥലമൊക്കെ വീട്ടിൽ എറണാകുളത്തോടെ ഉണ്ട്. കുറെ കാലത്തേക്ക് നമ്മളിതൊന്നും അറിയത്തുണ്ടായിരുന്നുണ്ടായില്ല. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത്. ഇതൊന്നും ഒരു പുത്തരിയല്ല. അവന് ഒരുപാട് തെളിവടക്കം ഉണ്ട്. നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല. തെളിവടക്കം പുള്ളി സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് ആ ഒരു പറച്ചില് ശരിക്കും ഒരു കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ വന്നൊരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് തോന്നുന്നു. തെളിവടക്കം തരാമെന്നൊരാൾ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ആളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ആ തെളിവുകൾ പുറത്തു വരാത്തിടത്തോളം കാലം എന്താണ് ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരുത്തനാണ് എന്ന് അടിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾക്കറിയില്ല. ഇപ്പം അവർ തമ്മിൽ അറിയുന്നവരായിരിക്കും. ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ കോംപ്രമൈസ് ആയാൽ ഇതൊന്നും നമ്മളൊന്നും അറിയത്തൂടിയില്ല. പക്ഷേ പുള്ളി സ്ട്രോങ് ആയിട്ട് പറയുന്നു പുള്ളിയുടെ തെളിവുണ്ടെന്ന്. അത് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗുരുതരമാണ്. അതിനകത്ത് പറയുന്നതിന് ഒരുപാട് സ്ത്രീകൾ അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ള രീതിയിലേക്ക്, ഒരു വിവാഹ തട്ടിപ്പ് വീരൻ എന്നുള്ള രീതിയിലേക്ക് അടക്കം പറയുന്നു. ലാസ്റ്റ് ഇദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ വന്ന് സംസാരിച്ച ലൈവിലുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയുമായിട്ട് പുള്ളിക്കാരൻ കുറച്ച് കണ്ട് ഒരു 3-4 മാസത്തിന് മുമ്പ് വരെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചാനലുകളിൽ. അപ്പോൾ അതിനുശേഷം അവരുമായിട്ട് വേറെ പിരിയുന്ന സാഹചര്യം വന്നു. പെട്ടെന്ന് അടുത്ത ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു. ഇന്ന് പറഞ്ഞ് നാളെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. അടുത്ത ദിവസം കല്യാണം കഴിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അമ്മയുമായിട്ടൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരുന്നുള്ള ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. നമ്മളൊക്കെ അത് കണ്ടിട്ട് വളരെ സന്തോഷിക്കുക തന്നെ ചെയ്യുന്നു. ഒരാളുടെ കല്യാണത്തിന് നമ്മളതിനെ അപമാനിക്കണം, കളിയാക്കണം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് കുറേ അധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇപ്പം വരുന്നു. എന്തായാലും ഞാനിപ്പോൾ വിദേശത്താണുള്ളത്, നാട്ടിൽ വരട്ടെ, തെളിവടക്കം ഞാനത് തരാം. ഇങ്ങനെയൊക്കെയാണ് ഈ അവന്റെ അമ്മ എന്ന് വെച്ചാൽ അമ്മ ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറൊന്നുമില്ല. വിദേശത്തൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു മദ്യം. അമ്മ ഫുൾ സപ്പോർട്ടാണ്. മോൻ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അമ്മ ഫുൾ സപ്പോർട്ടെന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ അമ്മ ഉണ്ട്. എൻ്റെ അപ്പല്ലോ പണ്ട് പോട്ടെ, അത് പറയുന്നില്ല, എല്ലാവരുടെ അമ്മമാരങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ചെറിയൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുടിച്ച് ചേർത്ത് ഇടിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു. ഇവിടെ പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അമ്മ എല്ലാത്തിനും സപ്പോർട്ടാണ് നിൽക്കുന്നത്. ഈ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്ന കാര്യത്തിനൊക്കെ അമ്മ സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. വോട്ടൊക്കെയാണ് അവരെ ബ്രാൻഡ്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ച് പോകുന്നേ ഉള്ളൂ. അവൻ കള്ളു പിടിക്കാറില്ല, പെണ്ണ് പിടിക്കാറില്ല, ഒന്നുമില്ല. തെളിവ് ഞാൻ തരാം. പെണ്ണ് പിടിക്കാറില്ല എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ആധികാരികമായിട്ട് ഞാൻ ഇത് പറയുന്നതല്ല. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കഴിച്ചു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് കഴിച്ചു, അതുകൊണ്ട് ഇനി ആർത്തിയൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. അത് എന്തിനെ ഉദ്ദേശിച്ചാണെന്നും ആഹാരമല്ല ഉദ്ദേശിച്ചെന്നുള്ളതും പച്ചരി നെല്ലരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അച്ചായൻ എന്താണെന്നുള്ള കാര്യം, അച്ചായൻ്റെ ഒരു രീതിയും ശൈലി എന്താണെന്നുള്ള കാര്യവും നമ്മൾ അത് അന്ന് കേട്ട് മനസ്സിലാക്കിയവർക്ക് മനസ്സിലാവും. സോ ഈ പുള്ളി പറയുന്നു എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ തരാം തെളിവ്. ഓക്കെ, സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ആരെ പറ്റിച്ചായാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാണ്. കുറെ കാലം അവന്റെ അമ്മാവന്റെ 2 പെൺമക്കളുണ്ടായിരുന്നു, അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഇളയ പെണ്ണിനെ കിട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ, മൂത്ത പെണ്ണിനെ കിട്ടിയ ആള് ഞാൻ, അതായത് ഗൾഫിലാണുള്ളത്. കുറെ ആദ്യം കല്യാണം അമ്മാവന്റെ പെങ്ങളെ കിട്ടിയ ആ ലെവലിലാണ് അളിയനായിട്ട് വരുന്നത്. അത് അമ്മാവന്റെ പെൺമക്കളുടെ 2 പെൺമക്കളുള്ളതിൽ ഒരാളെ കിട്ടിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം കേട്ടോ. ഓക്കെ, ഇപ്പോഴാണ് ആ ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ളത്. ഓക്കെ, അതിനകത്തുള്ളൊരു പെൺകുട്ടിയെ ഈ പുള്ളി കിട്ടാമെന്ന് പറഞ്ഞിട്ടാണ് അളിയ എന്ന് വിളിച്ചു തുടങ്ങിയെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായി, കണക്ഷൻ നേരത്തെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ കണക്ഷൻ ഇപ്പോൾ വന്നു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ ഈ സ്വന്തം സഹോദരിയാണെന്ന്. ഓക്കെ, അല്ല, അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം അതിന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക, ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക,
കുറെ കാലം അവനെ കൊണ്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് കെട്ടിയത് ഞാൻ. പെങ്ങൾക്ക് മൊബൈൽ വേണം, പൈസ കുറെ വേണം, ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അച്ചായൻ്റെ ആ ഒരു ക്യാരക്ടർ കുറേ അധികം കാര്യങ്ങൾ ഇന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തല്ലേ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടേ? തെളിവാണല്ലോ. അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടേ? തെളിവാണല്ലോ നമുക്ക് എന്തിനും വേണ്ടത്. തെളിവടക്കം തരാം. അവന് പൈസ അയച്ചു കൊടുത്തതിൻ്റെയും ഒക്കെ രേഖകൾ എൻ്റെ ഇരിപ്പുണ്ട്. മൊബൈൽ വാങ്ങിയതിൻ്റെ ബില്ലും എല്ലാം ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ അകത്താണെങ്കിൽ ഇദ്ദേഹം അതായത് ഈ സോജൻ വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മാവൻ്റെ 2 പെൺമക്കൾ ഒരാളെ വിവാഹം കഴിച്ചാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം, മൊബൈല്, മറ്റ് പല കാര്യങ്ങളും, പൈസ അടക്കം ഒത്തിരി കാര്യങ്ങൾ വാങ്ങിച്ചു. അതെല്ലാം ചതിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ സമയങ്ങളിലെല്ലാം ഇവർ വളരെയധികം നല്ല കണക്ഷനിലായിരുന്നു എന്നുള്ളതും ഈ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ മറ്റൊരു തരത്തിലെന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ അവർ നല്ല സ്നേഹത്തിൽ ഇരുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അവൻ്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചു പോയതാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ്റെ അപ്പം മരിച്ചിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ്, ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചെന്നോട്. കല്യാണാലോചന വന്നു മരിച്ചുപോയ അച്ഛൻ, കുറേ കാലത്തിന് മുമ്പ് മരിച്ചുപോയ അച്ഛന് പിൽക്കാലത്ത് അദ്ദേഹത്തിന് വയ്യെന്നും പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചു. ശരിക്കും പൊന്നു ഉള്ളൂ. അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു വെച്ചു. അവൻ്റെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞു. നമ്മളറിയില്ലല്ലോ, നമ്മൾ വിദേശത്താണ്, നമ്മൾ ഖത്തറിലാണുള്ളത്, ഗൾഫിലാണ്. അപ്പം നമ്മളറിയത്തില്ല, നമ്മളതിൻ്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല. ഒരാൾ സുഖമില്ല, ഹോസ്പിറ്റലാന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെയാണ് അറിയുന്നത് ഇവൻ പക്ക ഫ്രോഡാണ്. പിന്നെ ഇവന് പൈസ കുറെ മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാതെയായി. അതൊക്കെ സത്യമാണ്. അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, എറണാകുളത്തുള്ളൊരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. സിനിമ പ്രൊഡ്യൂസറാണ്, സിനിമാ നടനാണ്. അതും പറഞ്ഞാൽ വിളിക്കുക. പുള്ളിക്കാരെ സിനിമയിലും ഞാൻ വേണ്ടിയിട്ടില്ല, പ്രൊഡ്യൂസറാണെന്നുള്ള അറിയത്തില്ല, നമ്മളതിൻ്റെ ഭാഗത്ത് തിരക്കി നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ പത്തനംതിട്ടയിൽ എറണാകുളത്തും ഉള്ള 2 സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. വിവാഹം കഴിച്ച് അത് നിയമപരമായി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. അതല്ല, ആ മുൻകാലത്തിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് അവരെ വിവാഹം കഴിച്ചിട്ട് അവരെ ഒഴിവാക്കിയ ശേഷം ആ നിയമപരമായിട്ട് അതൊന്നും തീർക്കാതെ മറ്റ് ബന്ധങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കുറ്റവും തെറ്റുമാണ്. അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും കിട്ടുകയും വേണം. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവൻ്റെ അമ്മയായിരിക്കും. മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ? ഇതൊക്കെ ഈ ചാവുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ. ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനൊക്കെ. നാട്ടുകാരെ ഊമ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാണ്? എന്നിട്ടാവും കുറെ വീഡിയോ ഇടും. ഇതൊക്കെ തന്നെയാണ് അതിന് പറ്റിയത്. എന്താ പറയാ, നശിച്ച ജന്മം എന്ന് പറയില്ലേ, അതാണ് അതൊക്കെ. അത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഇതിനോടൊക്കെ നമ്മൾ പറയുന്നതൊക്കെ സത്യമാണ്. നമുക്കെന്ന് പറയുന്നത് വേണ്ട, തെളിവടക്കം തരാം. നമുക്കിപ്പോൾ ഇതിൻ്റെ നുണ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ഞാൻ അവൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ്. അതുപോലെ അതേ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് വേണോ? ഇനി സംഭവം ഇച്ചിരി പെശക്ക് പരിപാടിയാണേ, ഒരു സംശയമില്ല കാര്യത്തിനകത്ത്. അപ്പോൾ സോജൻ അച്ചായൻ്റെ യഥാർത്ഥ മുഖം ഇതാണോ? ഇപ്പം ഈ കേട്ട സ്വഭാവമാണോ സോജൻ അച്ചായനെങ്കിൽ ആ സ്ത്രീകൾ കൊണ്ടൊരു കംപ്ലൈൻറ്റ് പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിയമപരമായിട്ട് അല്ലാതെ അവരെ വിവാഹ തട്ടിപ്പിന് വിധേയരാക്കിയിട്ടുണ്ടെങ്കിൽ സോജൻ അച്ചായ അഴിയെന്നും ഉണ്ടതിന് ഒരു സംശയം വേണ്ട. അതല്ല, ഇപ്പം ഈ പറഞ്ഞ വ്യക്തി എന്തെങ്കിലും വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തോ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിൻ്റെ പുറത്തോ ഉണ്ടായ ഒരു ഇതിൽ പുള്ളി പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ആധികാരികത നമുക്കറിയാത്തത് കൊണ്ട്, തെളിവുകളുടെ അഭാവത്തിൽ നമുക്ക് ഏകപക്ഷീയമായിട്ട് സോജൻ അച്ചായ എന്നുള്ള വ്യക്തി അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായിരുന്നാലും ഈ ഒരു കാര്യത്തിനകത്ത് പുള്ളി പറയുന്നത് പുള്ളി വിദേശത്താണ്. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരാൾ വിവാഹ തട്ടിപ്പിലൂടെ ഇങ്ങനെ വളരെയധികം ഇങ്ങനെ വിഹരിച്ച് നടക്കുന്നത് ഒരുപാട് സ്ത്രീജനങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടുത്തി തകർത്ത് തരിപ്പണമാക്കി പോകുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല, സത്യസന്ധമാണെങ്കിൽ, ഈ അറിഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ. അല്ലാതെ ഈ പുള്ളിക്കാരനെതിരെ വെറുതെ ഒരു സാധനമാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അത് പുള്ളി തെളിയിക്കട്ടെ. കാരണം സോജൻ അച്ചായന് വായുണ്ടല്ലോ, പുള്ളി തന്നെ പബ്ലിക്കിന് മുമ്പ് ഇത് പറയട്ടെ, ഇതൊക്കെ വെറുതെയാണ്, ചുമ്മായാണ്, എന്നെ വെറുതെ അപവാദം പറഞ്ഞ് പരത്തുന്നതാണെന്ന് പുള്ളി തന്നെ പറയണം. അല്ലാത്തത്തോളം നമുക്കും അറിയത്തില്ല. സത്യം പുറത്ത് വരട്ടെ, തെറ്റുകാരെ ശിക്ഷിക്കപ്പെടട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.